ഇന്ന് സാർ എന്നെ രക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ യാദവിൻ്റെ കൈകൊണ്ട് എൻ്റെ ജീവൻ തീർന്നേനെ. ഒരു താങ്ക്സ് പറയാൻ ആഗ്രഹിച്ചതാ, പക്ഷെ കഴിഞ്ഞില്ല. എന്തൊക്കെ വൃത്തികേടുകളാ പറഞ്ഞത്. പെട്ടെന്ന് കയ്യിലിരുന്ന ഫോൺ ശബ്ദിച്ചു. രാവണൻ ചുണ്ടുകൾ ചലിച്ചു. ചിരി വന്നു. ഇനി റൂമിലേക്ക് ചെല്ലാൻ പറയാനാണോ ലക്ഷ്മി? അവൻ്റെ വിളി. അവൾ കണ്ണുകൾ അടച്ച് നിന്നുപോയി. ഒന്ന് മൂളുക മാത്രം ചെയ്തു. നാവ് ചലിക്കുന്നില്ല. ഫ്രഷ് ആവണേലാവാം. ഡ്രസ്സ് ആ കബോർഡിലുണ്ട്. എൻ്റേതാണ്. ഇഷ്ടമാണേൽ മാത്രം എടുക്കാം. കോൾ കട്ടായി. അവൾ വായും തുറന്നു നിന്നു. ദൈവമേ, ഇത് അന്യനാണോ? ഇടയ്ക്ക് വർമ്മ സാറിനെ പോലെ കെയറിങ് ആവുന്നു, മറ്റു ചിലപ്പോൾ രാവണനെ പോലെയും. അവൾ കുനിഞ്ഞ് സാരിയിലേക്ക് നോക്കി. മാറ്റാം. സാരി ഈവനിങ് ഇട്ടതാ, പക്ഷെ ബ്ലൗസും മറ്റും രാവിലെ ഇട്ടതും അപ്പിടി മുഷിഞ്ഞു. ഒന്ന് നനച്ച് പിഴിഞ്ഞ് ഫാനിൻ്റെ താഴെ ഇടാം. രാവിലെ ഉണങ്ങും. കബോർഡ് തുറന്നതും കുത്തി ഞെരുക്കി വെച്ചിരുന്ന അവൻ്റെ ഡ്രസ്സുകൾ ഓരോന്നായി നിലത്തേക്ക് വീണു. എൻ്റെ ദൈവമേ, ഇത്രയും ഡ്രസ്സുകളോ? പാവ എൻ്റെ സിദ്ധൂട്ടൻ. ആകെയുള്ളത് 4-5 ജോഡിയാണ്. മഴ തോരാതെ പെയ്താൽ അച്ഛൻ്റെ ലുങ്കിയും ചുറ്റി നടക്കും. എൻ്റെ കുഞ്ഞിനും ഒരു നല്ല കാലം വരുമായിരിക്കും. അതിൽ നിന്നും അവൻ്റെ ഒരു ട്രാക്ക് പാൻറ്റും ടീഷർട്ടും കയ്യിലെടുത്തു. ഈ പാൻറ് മതി, ബാക്കിയെല്ലാം ഇറക്കം കുറവാ. വാഷ്റൂമിലേക്ക് കയറി മേല് കഴുകി ഇറങ്ങി. ദൈവമേ, ഇതിൽ 2 പേർക്ക് കൂടി കയറാം. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് പുഞ്ചിരിച്ചു. നിത്യയെ വിളിച്ച് സംസാരിച്ചു. സിഗരറ്റ് എടുത്ത് ചുണ്ടോട് ചേർക്കുമ്പോൾ അവൻ്റെ കണ്ണിൽ ആ വൈറ്റ് സ്വിഫ്റ്റ് മാത്രമായിരുന്നു. ആരാണവൻ? സീതാലക്ഷ്മിയുമായി അവൻ എന്താ ബന്ധം? ആ സ്ത്രീ ഏതാ? ഇവരെന്തിനാ ഈ പെണ്ണിൻ്റെ പിന്നാലെ കൂടിയേക്കുന്നത്? പുകച്ചുരുളുകൾ അന്തരീക്ഷത്തിൽ ഉയർന്നു പൊങ്ങി. കണ്ടെത്തണം. ഈ ഝാൻസി റാണിക്ക് പിന്നാലെ വരുന്നവനെ എനിക്കൊന്ന് കാണണം. അഭിമന്യുവിൻ്റെ ചുണ്ടിൽ നിറഞ്ഞു വന്ന ചിരിയിൽ ക്രൂരമായ ഭാവം. ബീൻ ബാഗിൽ ചാരിയിരുന്ന് ഗ്ലാസ് കയ്യിലേക്കെടുത്ത് അതിലേക്ക് നോക്കി. ആദ്യമായിട്ടാ ഈ റൂമിൽ ഒറ്റയ്ക്ക്. ഇവിടെ വരുന്നത് തന്നെ ആഘോഷിക്കാനാ. പക്ഷേ ഇന്ന് ഒരുവൾ അരികിലുണ്ടായിട്ടും ആ മോഹം തോന്നുന്നില്ല. എന്തുകൊണ്ട്? അവൻ കയ്യിലിരുന്ന ഗ്ലാസ് വായിലേക്ക് കമിഴ്ത്തി. കണ്ണുകൾ അടച്ചിരുന്നു. ക്ലോക്കിലെ സൂചികൾ പതിയെ പതിയെ ചലിക്കുന്നു. ലക്ഷ്മി പേടിയോടെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. നേരം പുലർന്നെങ്കിൽ പോകാമായിരുന്നു. ഉറക്കം പോലും വരുന്നില്ല. രാവണൻ്റെ കോട്ടയല്ലേ, ഏതു നിമിഷവും അകത്തേക്ക് വരാം. ബെഡ്ഷീറ്റ് എടുത്ത് ദേഹം പുതച്ചു. എപ്പോഴോ അവൾ അറിയാതെ കൺപോളകൾ മൂടിപ്പോയി. നിത്യയുടെ കോളാണ് അവളെ ഉണർത്തിയത്. ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. എന്താ നിത്യ? കുഴപ്പമൊന്നും ഇല്ലല്ലോ ലച്ചു, നീ ഓക്കെ അല്ലേ? സാറ് പാവമാ പെണ്ണെ, നിന്റെ ഓരോ തോന്നലുകളാ. നീ പറഞ്ഞത് കണക്കാണേൽ ബോസ് രാത്രിയിൽ നിന്റെ അടുത്ത് വന്നേനെ. ഇത് എൻ്റെ ലച്ചൂസിൻ്റെ ഉരുളയ്ക്കുപ്പേരി പോലുള്ള വർത്തമാനം കേൾക്കാൻ വേണ്ടി പറയുന്നതാണെന്നാ എൻ്റെ ഒരു നിഗമനം. ചിലപ്പോ ആയിരിക്കും, ലക്ഷ്മിയും പറഞ്ഞു. ഓ, യാദവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചപ്പോൾ പെണ്ണിന് വിശ്വാസം വന്നു തുടങ്ങി. നീ ഇനി എപ്പോഴാ വരുന്നേ? നിത്യ ചോദിച്ചു. അയ്യോ, എൻ്റെ ഡ്രസ്സ് ഉണങ്ങിയോ ആവോ? അവൾ ഫോണും ചെവിയിൽ വെച്ചുകൊണ്ട് കട്ടിലിൻ്റെ സൈഡിൽ കിടന്ന സാരിയും ബ്ലൗസും കയ്യിലെടുത്തു. ഷൂ, എന്താടി? നിത്യ, സാരി മാത്രം ഉണങ്ങി, ബാക്കിയൊന്നും. നല്ല തണുപ്പായിരുന്നില്ലേ? തുണി ഉണക്കാനിട്ട ഓർമ്മയില്ലായിരുന്നു. ഫാൻ അങ്ങ് ഓഫ് ചെയ്തു. ഇനി ഞാൻ എന്തു ചെയ്യും? നീ ഇപ്പോൾ ഏത് പരുവത്തിലാ? അത് സാറിൻ്റെ പാൻറ്റും ടീഷർട്ടും. നിത്യ ഉറക്കെ ചിരിക്കുന്നുണ്ട്. എന്ത് സാറ് പറഞ്ഞിട്ടോ? എന്നാ സാരമില്ല. ഇത്രയൊക്കെ ചെയ്തു തന്ന ബോസിൻ്റെ കൈ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയോ ലച്ചു? നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു എന്നല്ലേ നീ പറഞ്ഞത്? അപ്പോഴാണ് ലക്ഷ്മി ആ കാര്യം ഓർക്കുന്നത് പോലും. നടു റോഡിൽ മഴയത്ത് ഗുണ്ടകളെ അടിച്ചിടുന്നതും താരയെ പിടിച്ച് പിന്നിലേക്ക് തള്ളുന്നതുമെല്ലാം ഓർമ്മയിലേക്ക് വന്നതും അവൾ കോൾ കട്ട് ചെയ്തു. നനഞ്ഞതാണ് എന്ന് പോലും നോക്കാതെ ആ സാരി എടുത്ത് ചുറ്റി വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ഹാളിലേക്ക് നടക്കുമ്പോൾ ടേബിളിൽ അവൻ്റെ കാറിൻ്റെ കീ ഇരിപ്പുണ്ട്. ഇന്നലെ മുറിവിൽ നിന്ന് രക്തം ചീന്തി കയ്യിലെ കെട്ട് മുഴുവൻ ചോരയിൽ കുതിർന്നിരുന്നു. പെട്ടെന്ന് കീ എടുത്ത് ഫ്രണ്ട് ഡോർ തുറന്നു. കാറിൽ നിന്ന് ഫസ്റ്റ് എയ്ഡ് ബോക്സും എടുത്ത് സ്റ്റെപ്പുകൾ കയറുമ്പോൾ അടുക്കളയിൽ ചെറിയ ശബ്ദങ്ങൾ കേൾക്കുന്നു. കരുണമ്മാമയാകും. അവൾ അടഞ്ഞു കിടക്കുന്ന 2 റൂമുകൾ തുറന്നു. ഈ രാവണൻ ഇതെവിടെയാ? 3ാമത്തെ റൂം തുറന്നതും ഒരു തണുത്ത കാറ്റ് വന്ന് അവളെ പുൽകി. ഓ, ഈ തണുപ്പിലും AC ഇല്ലാതെ സാറ് കിടക്കില്ല.
ഡോറടച്ച് കമിഴ്ന്ന് കിടക്കുന്നവനെ നോക്കി നിന്നു. എന്തേലും ആവശ്യമുണ്ടിൽ കോൾ ചെയ്യാനാ പറഞ്ഞത്. ഇനി റൂമിൽ കയറിയതിന് വഴക്ക് പറയോ? എന്നാൽ ഞാൻ തിരിച്ചു പറയും. ദ ഗ്രേറ്റ് അഭിമന്യുവിന് അതാണല്ലോ ഇഷ്ടം. പതിയെ അവൻ അടുത്തിരുന്നു. കയ്യിലെ കെട്ട് അഴിച്ചു മാറ്റി. കൈവെള്ളയിൽ ആഴത്തിലുള്ള മുറിവാണ്. ദൈവമേ, ഇത് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. നല്ല വേദന ഉണ്ടാവില്ലേ? അവൾ ലോഷൻ എടുത്ത് ഉണങ്ങിപ്പിടിച്ച രക്തക്കറ തുടച്ചു നീക്കി. വേദനയിൽ മുഖം ചുളുക്കിക്കൊണ്ട് അവൻ മലർന്നു കിടന്നു. ബ്ലാങ്കറ്റ് പതിയെ മാറുമ്പോൾ അവൻ്റെ വെളുത്തു ചുവന്ന നെഞ്ചുഭാഗം ഇങ്ങ് കാണാം. ലക്ഷ്മി കണ്ണടച്ചു. ഉണരും മുന്നേ മരുന്ന് വെച്ചിട്ട് പോകാം. അവൾ ഓയിൽമെൻ്റ് എടുത്ത് പതിയെ പുരട്ടാൻ തുടങ്ങി. എരിവ് വലിച്ചുകൊണ്ട് അഭി കണ്ണുകൾ പകുതി തുറന്നതും തൻ്റെ കയ്യിലെ മുറിപ്പാടിൽ വിരൽ വെച്ച് തഴുകുന്നവളെയാണ് കണ്ടത്. സീത. ചുണ്ടുകളല്ല, ഹൃദയമാണ് മന്ത്രിച്ചത്. പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. നിമിഷ നേരം കൊണ്ട് തനിക്ക് മേലെ സ്ഥാനം പിടിക്കുന്ന ആ രാവണനെ കണ്ണും മിഴിച്ച് നോക്കി കിടന്നുപോയി സീതാലക്ഷ്മി. സാർ. അഭിമന്യു, കോൾമി. അവൻ്റെ സ്വരം പോലും താഴ്ന്നു പോയി. അവൾ പിടപ്പോടെ ചരിഞ്ഞെഴുന്നേൽക്കാൻ ഒരുങ്ങിയതും അവൻ്റെ ശരീരഭാരം അവളിൽ അമർന്നു. പ്ലീസ് ലക്ഷ്മി. ചെവിക്കരികിൽ ചുണ്ടടിപ്പിച്ചാണ് പറഞ്ഞത്. അവളുടെ ഹൃദയം ഇപ്പം പൊട്ടും എന്ന പോലെ തുടിച്ചു. സാർ, മാറ്. ഇല്ല, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഒഴിഞ്ഞു മാറിപ്പോയതല്ലേ ഞാൻ. അത് കയ്യിൽ മരുന്ന് വയ്ക്കാൻ ഞാൻ കാരണമല്ലേ? ആണോ? എന്നാ മരുന്ന് വേണ്ട. ചുണ്ടിന് നേർക്ക് വരുന്ന അവൻ്റെ ചൂണ്ട് വിരൽ സർവശക്തിയുമെടുത്ത് അഭിയുടെ നെഞ്ചിൽ കൈവച്ച് തള്ളി. അവൻ ഒരടി അനങ്ങിയില്ല. എസ് ഓർ നോ? നോ. ഉറപ്പോടെയുള്ള ആ പെണ്ണിൻ്റെ സ്വരം. അവൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് ബെഡിലേക്ക് ചരിഞ്ഞു കിടന്നു. ലക്ഷ്മി ചാടി എഴുന്നേറ്റ് അവനെ രൂക്ഷമായി നോക്കി. ഹോസ്പിറ്റലിൽ പോകാം. എന്താ, ജാൻസി റാണിക്ക് വയ്യേ? എനിക്കല്ല, ഈ കൈ കത്തി കൊണ്ടതല്ലേ. ഇഞ്ചക്ഷൻ എടുക്കാം. വേണ്ട. അവൻ എഴുന്നേറ്റ് അവൾക്ക് മുന്നിൽ നിന്നു. ആ കണ്ണിലേക്ക് നോക്കി. പൊയ്ക്കോ. പരിങ്ങലോടെ നടക്കുന്നവളെ നോക്കി നെഞ്ചിൽ ഇരുകൈയും പിണച്ചു കെട്ടി. സീത. ശബ്ദം പുറത്തേക്ക് വരാതെ വിളിച്ചു. പെട്ടെന്ന് ലക്ഷ്മി തിരിഞ്ഞു നോക്കി. താങ്ക്സ്. ഒന്ന് ഓർത്തോ, ഈ റൂമിലേക്ക് എൻ്റെ അനുവാദമില്ലാതെ കയറി വന്ന ആദ്യത്തെ പെണ്ണ് നീയാ. അഭിമന്യു ഇങ്ങനെയല്ല. പക്ഷേ അവൻ ഒന്ന് നിർത്തി. അവൾക്ക് നേരെ വന്നു നിന്നു. എന്തോ എനിക്കൊന്നും അറിയാൻ കഴിയുന്നില്ല. അവളുടെ തോളിൽ വെച്ച കൈ അവൻ പെട്ടെന്ന് എടുത്തു മാറ്റി. നനവാണല്ലോ, ഉണങ്ങിയില്ലേ? അവൻ്റെ കണ്ണിലേക്ക് നോക്കി നിൽക്കുമ്പോൾ സീതാലക്ഷ്മി എല്ലാം മറക്കുന്നു. അഭിമന്യുവിൻ്റെ ചുണ്ടുകൾ കൂർത്തു വന്നു. തല താഴ്ന്നു വരുന്നു. അവൾ ഞെട്ടലോടെ പിന്നിലേക്ക് മാറി. എപ്പോഴാ പോവുക? ഞാനിന്ന് ലീവാണ്. എൻ്റെ PS-ഉം. കുറച്ച് കഴിഞ്ഞ് പോകാം. കരുണം മാമ നല്ല കുക്കാണ്. ഇന്ന് ഇഡ്ഡലി സാമ്പാർ ആയിരിക്കും. അവൾ തിരിഞ്ഞ് സ്റ്റെപ്പുകൾ ഇറങ്ങുമ്പോൾ നിതംബം വരെ മറഞ്ഞു കിടക്കുന്ന മുടിയിൽ നിന്ന് വെള്ളം വീണ് സാരി മൊത്തം നനഞ്ഞിരുന്നു. മോനിത് എവിടെ പോവാ? ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് കൂടിയല്ലേ ഉണ്ടാക്കിയത്? കരുണാകരൻ പറഞ്ഞു. ഞാൻ ദേ ഇപ്പം വരും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ പോകൂ. ലക്ഷ്മിയെ അടിമുടി നോക്കി. അവൾ പെട്ടെന്ന് കിച്ചണിലേക്ക് നടന്നു. നമുക്ക് പോകാം അച്ഛാ. അഥർവിൻ്റെ മുഖത്ത് നിറഞ്ഞ സന്തോഷമാണ്. അഭിക്ക് നിന്നോട് ദേഷ്യമാണ്, അതറിയോ ആദി? ദേഷ്യമൊന്നുമില്ല, അവന് സ്നേഹമാണ്, പുറത്ത് കാണിക്കുന്നില്ല എന്ന് മാത്രം. വർമ്മ അവനെ ഒന്ന് കെട്ടിപ്പിടിച്ചു. അച്ഛന് സന്തോഷമല്ലേ? ശീതളിന് അഭി കൊടുത്ത വില അക്കങ്ങളാണ്. പക്ഷെ ലക്ഷ്മിക്ക് അവൻ കൊടുക്കുന്നത് ആ ഹൃദയവും. അഭിമന്യുവിൽ പ്രണയമില്ല എങ്കിൽ ഇന്നലെ രാത്രി അവൻ്റെ ഗസ്റ്റ് ഹൗസിൽ എന്ത് നടന്നേനെ? ശരിയാ മക്കളെ. കാറ് മുന്നിലേക്ക് സഞ്ചരിക്കുമ്പോൾ ആദി ബ്രേക്ക് ചവിട്ടി. വർമ്മ പെട്ടെന്ന് പുറത്തേക്ക് നോക്കി. അഭിമന്യു. കാറ് സൈഡ് ഒതുക്കി. നമ്മളെ അവൻ കാണണ്ട, പിന്നെ അത് വലിയ പ്രശ്നമാകും, ആദി പറഞ്ഞു. അവനെ പ്രതീക്ഷിച്ച് നിൽക്കുവാണ് ലക്ഷ്മി. മോള് വന്ന് കഴിക്ക്. മോൻ പതിയെ വരും. അത് വേണ്ട, സാറും കൂടി വരട്ടെ. അഭിമോൻ എങ്ങനാ? പാവാണോ കുഞ്ഞെ? അവൾ പിടപ്പോടെ കരുണമാമയെ നോക്കി പുഞ്ചിരിച്ചു. രാവണനാ? ചിലപ്പോൾ സ്നേഹമാണ്, മറ്റു ചിലപ്പോൾ പേടിയാവും. അവൻ്റെ കാറ് ചീറിപ്പാഞ്ഞ് മുറ്റത്ത് നിന്നു. അസുരന് 100 ആയുസാണ്, ലക്ഷ്മി പറഞ്ഞു. ദാ ഈ നനഞ്ഞത് മാറ്റി വാ, ഫുഡ് കഴിച്ചു പോകാം.
വേണ്ട, വലിയ നനവില്ല. അവൻ പാക്കറ്റ് ടേബിളിലേക്ക് വെച്ച് ഡൈനിങ് ഹാളിലേക്ക് നടന്നു. ദേഷ്യം പിടിപ്പിക്കണ്ട മോളെ, അനുസരിക്ക്, കരുണമാമ പതിയെ പറഞ്ഞു. അവൾ ആ ഡ്രസ്സും എടുത്ത് റൂമിലേക്ക് കയറി. ദൈവമേ, മനുഷ്യനിടാൻ പറ്റിയതാണോ ആവോ? ആദ്യം കയ്യിൽ തടഞ്ഞത് പുറത്തേക്ക് എടുത്തതും ലക്ഷ്മി നിന്ന് വിറച്ചു. കണ്ണുകൾ ബൾബ് പോലെ ഉന്തി വന്നു. പാക്കറ്റ് തിരിച്ചു പിടിച്ച് ബെഡിലേക്ക് തട്ടി. ഒരു പർപ്പിൾ കളർ ടോപ്പും പലാസോയും എല്ലാം ഉണ്ട്. ഷോ, ഞാനിനി അയാളുടെ മുഖത്ത് എങ്ങനെ നോക്കും? വാതിലിൽ തട്ട് കേൾക്കുന്നു. മോളെ, പെട്ടെന്ന് വരാൻ. അഭി പറഞ്ഞു വിട്ടതാണെന്ന് ലക്ഷ്മിക്ക് മനസ്സിലായി. ഇയാൾക്ക് എൻ്റെ അളവെങ്ങനെ? ഓ, അത് പിന്നെ ഒറ്റ നോട്ടം മതിയല്ലോ. എന്നാലും ചമ്മലോടെ മുന്നിലിരിക്കുന്നവളെ കാണുമ്പോൾ അവന് ചിരി വന്നു. അഭി എഴുന്നേറ്റ് കൈ കഴുകി തിരികെ വരുമ്പോൾ കരുണമാമ അടുക്കളയിലേക്ക് പോയിരുന്നു. അവൾ ഇരുന്ന ചെയർ പിടിച്ച് പിന്നിലേക്ക് വലിച്ചു. സാർ, എങ്ങനെ? മെഷർമെൻറ്റ് കറക്റ്റ് അല്ലേ? അവൻ്റെ കണ്ണുകൾ അവളുടെ സൗന്ദര്യത്തെ ആസ്വദിക്കുമ്പോൾ കൗതുകത്തോടെ അവനെ നോക്കി ഇരുന്നു പോയി. ജാൻസി റാണിക്ക് ഏത് കളറും ചേരും. ഈ വേഷം സൂപ്പറാ. എന്നാലും സാരി അതിലാ ഒത്തിരി കൂടി ഭംഗി. പക്ഷേ മൂടി കെട്ടിവെക്കും, അതാ കഷ്ടം. എന്തോ പറയാൻ വന്നതും നാവിന് ഭാരം കൂടിയതുപോലെ അവൾ അവനെ കണ്ണുരുട്ടി നോക്കി. ഉണ്ട കണ്ണി. തിരിഞ്ഞു നടക്കുന്നവനെ നോക്കി പകപ്പോടെ ഇരുന്നു. ഇയാൾ നിന്നെ മയക്കുന്നതാ ലക്ഷ്മി. സാറ് കണ്ടിട്ടുള്ള പെൺപിള്ളേരുടെ കൂട്ടത്തിലാണ് ഈ സീതാലക്ഷ്മി എന്ന അഭിമന്യുവിൻ്റെ വിചാരം. അവർ പോകാനിറങ്ങി. ഇറങ്ങട്ടെ മാമ. അയാൾ ലക്ഷ്മിയുടെ തലമുടിയിൽ തഴുകി. സന്തോഷമായി പോയിട്ട് വായോ മോളെ. അയ്യോ, ആ വായോ വേണ്ട കേട്ടോ, ഞാനിനി ഇങ്ങോട്ടും വരില്ല. പേടിയായിരുന്നു, അതാ. അവൾ കാറിലേക്ക് കയറി. അഭിയൊന്നും മിണ്ടുന്നില്ല, ഗൗരവത്തിലാണ്. ഇയാൾക്ക് എന്തേലും സംസാരിച്ചൂടെ? വഴക്കാണേൽ പോലും ആ സ്വരമൊന്ന് കേൾക്കാൻ ഉള്ളം കൊതിക്കുന്നത് ലക്ഷ്മിക്ക് അറിയാൻ കഴിഞ്ഞു. നീണ്ട യാത്രയ്ക്കൊടുവിൽ അവൻ കാറ് നിർത്തി. സീറ്റിൽ ചാരി കിടന്നുറങ്ങുന്നവളെ നോക്കിയിരുന്നു. എടി, ഉറക്കെ വിളിച്ചതും അവൾ പേടിച്ചെക്കിപ്പോയി. വീടെത്തി. ഇറങ്ങുന്നില്ലേ? ലക്ഷ്മി പെട്ടെന്ന് പുറത്തേക്ക് നോക്കി. ഡോർ തുറന്നിറങ്ങി. നിത്യ ഓഫീസിൽ പോയിട്ടുണ്ടാവും. ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, കമ്പനി വേണോ? വേണ്ട, ചെകുത്താന്മാരെ ഈ വീട്ടിൽ ഞങ്ങൾ കയറ്റത്തില്ല. അവൾ ഗേറ്റ് തുറന്ന് കയറി. നീ ഇന്നലെ എവിടെയായിരുന്നു അഭി? എന്താ ഒരു വാക്ക് പോലും പറയാതെ പോയത്? ഇന്ദുജയുടെ പരാതി പറച്ചിൽ. സോറി മമ്മ, ഒരു ബിസിനസ് ആവശ്യത്തിന് പോയതാ. തിരികെ വരുമ്പോൾ നല്ല മഴ, പിന്നെ ഗസ്റ്റ് ഹൗസിൽ തങ്ങി. എന്നിട്ടെന്താ ഞാൻ വിളിച്ചിട്ട് കോൾ എടുക്കാഞ്ഞേ? ഞാൻ സോറി പറഞ്ഞല്ലോ മമ്മ. ഇനി 100 പ്രാവശ്യം പറയാൻ എനിക്ക് പറ്റില്ല. അന്നാദ്യമായി മമ്മയോട് അവൻ കയർത്തു. അയ്യോ, കൈക്കെന്താ? ചെറിയൊരു മുറിവ്, എനിക്കൊന്ന് കിടക്കണം. അവൻ പെട്ടെന്ന് സ്റ്റെപ്പുകൾ കയറുമ്പോൾ സ്റ്റെപ്പുകൾ ഇറങ്ങി വരുന്ന അഥർവിനെ കണ്ട് നിന്നു. നീ മാത്രമായിരുന്നോ കാറിൽ? അതോ? അഥർവ് പുഞ്ചിരിച്ചു. ഞാൻ മാത്രം, ഒരാവശ്യത്തിന് വന്നതാ. വിശ്വാസം വരാത്ത പോലെ അവൻ മൂളി. ലക്ഷ്മിയെ വീട്ടിലാക്കിയോ? ഇന്ദുജ കേൾക്കാതെയാണ് ആദി ചോദിച്ചത്. അഭി പെട്ടെന്ന് താഴെ നിൽക്കുന്ന മമ്മയെ നോക്കി. ചെറിയൊരു ഭയം അവൻ്റെ കണ്ണിൽ നിറഞ്ഞതും ആദിക്ക് ചിരി വന്നു. എന്തു പറ്റി? നീ ഗസ്റ്റ് ഹൗസിൽ പോകുന്നത് എന്തിനാന്ന് മമ്മയ്ക്കറിയാലോ. നിന്റെ കൂടെ ആരായാലും മമ്മയ്ക്കതൊരു പ്രശ്നമല്ല. എല്ലാം നിന്റെ സ്വാതന്ത്ര്യമാണ്. എനിക്ക് ലക്ഷ്മിയുടെ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. അഭിയുടെ കണ്ണുകൾ കൂർത്തു വന്നു. സീതാലക്ഷ്മി എൻ്റെ മാത്രം PS ആണ്. എനിക്കറിയാമെല്ലാം. നീ പറഞ്ഞു തന്ന് പഠിപ്പിക്കണ്ട. ആര് പറഞ്ഞു നിന്റെ മാത്രമെന്ന്? എല്ലാം അഭിമന്യുവിൻ്റെ തോന്നലാ. അവൻ്റെ ഹൃദയത്തിൽ ചെറിയൊരു മുറിപ്പാടുണ്ടാക്കിക്കൊണ്ട് ആദ്യ സ്റ്റെപ്പുകൾ ഇറങ്ങി. റൂമിൽ കയറി ഡോർ വലിച്ചടയ്ക്കുന്ന ശബ്ദം താഴെ നിന്ന ആദി കേട്ടു. സോറി അഫി, വേദനിപ്പിക്കാനല്ല, അവളെ നീ സ്നേഹിക്കാനും പ്രണയിക്കാനും വേണ്ടി പറഞ്ഞതാ. ആദി എന്താ അങ്ങനെ പറഞ്ഞത്? അവർ തമ്മിൽ. അവൾക്ക് അഥർവിനെക്കുറിച്ച് പറയാൻ 100 നാവാ, പാടില്ല. തലമുടിയിൽ അമർത്തി പിടിച്ചു. അഭിമന്യു സീതാലക്ഷ്മിയെ മോഹിച്ചിട്ടുണ്ടോ? അവളുടെ സൗന്ദര്യമല്ലേ നിനക്കിഷ്ടം? ആണ്. പിന്നെന്തിനാ ലക്ഷ്മിയെപ്പറ്റി ആദി പറഞ്ഞപ്പോൾ മമ്മയെ പേടിയോടെ നോക്കിയത്? അവൻ കയ്യിലെ കെട്ടിൽ പതിയെ തഴുകി. കണ്ണുകൾ അടയ്ക്കുമ്പോൾ ബീറോയുടെ മുന്നിൽ അവൾ നിൽക്കുന്നു. അഭി ചിരിച്ചു. ലീവ് എടുക്കേണ്ടിയിരുന്നില്ല. നിന്റെ ഒപ്പം ആ ഓഫീസ് റൂമിൽ നിന്നെ നോക്കിയിരിക്കാൻ.
അടി കൂടാൻ ഈ ബോസിന് വലിയ ഇഷ്ടമാണല്ലോ. ഉറക്കത്തിലും ആ രൂപം മാത്രം മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അവനെ തേടി വരാത്ത പ്രണയമെന്ന വികാരം അഫിയെ ഒന്നാകെ വിഴുങ്ങാൻ തുടങ്ങിയിരുന്നു.